ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് എന്താണ് ഓളിയം എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്, ഓരോ ക്യാൻഡിൽ സ്റ്റിക്കിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം. അതിൽ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്, മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഉണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഒരു അനാലിസിസിലൂടെ ആയിരുന്നു നമ്മൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സെഷൻ മുതൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓഡിയോയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ട്രേഡ്സ് എടുക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഏത് പോയിന്റിൽ നമ്മൾ ബൈ എൻട്രി എടുക്കണം, അതുപോലെ തന്നെ എവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു സെഷനിൽ ഓരോ സെഷനായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസിനെ മുഴുവനായിട്ടാണ് ഇനി നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നോ രണ്ടോ മൂന്നോ ക്യാൻഡിൽസിനെ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസിനെ മുഴുവനായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ അത് മുകളിലേക്ക് പോകാനായിട്ടാണോ സാധ്യത, അതോ താഴേക്ക് ബ്രേക്ക് ഡൗൺ നടക്കാനാണോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടക്കാനാണോ സാധ്യത എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈസ് ആക്ഷനിലേക്ക്, ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജീസിലേക്കൊക്കെ നമ്മൾ കടക്കുവാണ്. പ്രൈസ് ആക്ഷൻ, പ്രൈസ് ആക്ഷൻ. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്, ഡൗൺ സൈഡിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റിനെ മുഴുവനായിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസിനെ മുഴുവനായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മളിനി അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലാദ്യം വരുന്നത് ചാർട്ട് പാറ്റേൺസ് ആണ്. അപ്പോൾ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻ ഹെഡിങ് ആയിട്ട് ചാർട്ട് പാറ്റേൺസ് കൊടുക്കുക. അതിന് താഴെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നത് ചാർട്ട് പാറ്റേൺസിൽ തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസിൽ ഓരോ ചാർട്ട് പാറ്റേൺസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്ന ചാർട്ട് പാറ്റേൺ ബൈലാട്രൽ ചാർട്ട് പാറ്റേൺ ആണ്. ബൈലാട്രൽ ചാർട്ട് പാറ്റേൺ, ബൈലാട്രൽ ചാർട്ട് പാറ്റേൺ. അപ്പോൾ ഈ ഒരു ബൈലാട്രൽ ചാർട്ട് പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ബൈലാട്രലിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, ബൈലാട്രലിൽ നമുക്ക് ആദ്യം വരുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ. സിമെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോം ആകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം ക്യാൻഡിൽസ് ആണ്. ഈ കാണുന്നത് ജസ്റ്റ് ഞാൻ ലൈനായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം ക്യാൻഡിൽസ് ആണ് എന്ന് കരുതുക. ഓക്കെ, ഈ അകത്ത് കാണുന്നത് ഗ്രീനും അതുപോലെ തന്നെ റെഡ് കളർ, ഇതെല്ലാം ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ക്യാൻഡിൽസ് ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോം ആയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ യൂസ് ചെയ്യുക. മേളിൽ നിന്ന് നേരെ എന്ത് ചെയ്യാൻ, എനിക്ക് താഴേക്ക് ഈ ഒരു ലെവലെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ താഴേന്ന് മേളിലേക്ക് എന്തേ ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ട്രയാങ്കിൾ ഷേപ്പ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോം ആകുന്ന ഈ ഒരു പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ. കൃത്യമായിട്ട് ഇത് നോട്ടിൽ വരച്ച് എഴുതി തന്നെ പോയാൽ മാത്രമേ നമുക്ക് എല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സിമെട്രിക്കൽ ട്രയാങ്കിൾ. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടാണ് നടക്കുന്നതെന്ന് കരുതുക. ഓക്കെ, ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, ബ്രേക്ക് ഔട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രേക്ക് ഔട്ട് എന്താണ്, ബ്രേക്ക് ഡൗൺ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുന്നു. അപ്പോൾ ഏതൊരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ ആയിക്കോട്ടെ, കഴിഞ്ഞ ക്ലാസ്സിലേ നമ്മൾ പഠിച്ചു, ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ അതൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ടാണ്. ഇനി ബ്രേക്ക് ഡൗൺ വിത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് വിത്ത് ലോ വോളിയം ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആകാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വോളിയം ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ വിത്ത് ഹൈ വോളിയം നിർബന്ധമാണ്. അതിന് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴായിരുന്നാലും ഹൈ വോളിയം നിർബന്ധമാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതൊരു പാറ്റേൺ ആയിരുന്നാലും ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുമ്പോൾ വിത്ത് ഹൈ വോളിയം നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ അപ്പ് സൈഡിലേക്ക് ഇതേ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോളിയം ചെക്ക് ചെയ്ത് നോക്കണം. ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ അത് സ്ട്രോങ് ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ബ്രേക്ക് ഔട്ട് നടന്ന് ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് കരുതുക. ക്ലോസ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബൈ. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ബൈ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുന്നത്.
ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ വയ്ക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ബ്രേക്കൗട്ട് നടക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. ബ്രേക്കൗട്ട് നടന്നു. ആ 5 മിനിറ്റിൽ എന്ത് ചെയ്തു? 5 മിനിറ്റിൽ ആ ഒരു ക്യാൻഡിൽ അവസാനിക്കുന്ന സമയം നമുക്കവിടെ ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് വേണമല്ലോ, കാരണം നമ്മുടെ നഷ്ടത്തെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. അത് എവിടെ പ്ലേസ് ചെയ്യണം? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ്. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ് ഏതാ? ഇവിടെ ഈ കാണുന്ന പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം. എൻ്റെ SL ഞാൻ എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോയിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇനി വരുന്ന സെഷനിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇതൊന്ന് വരച്ച് നോട്ടിൽ എഴുതിയെടുത്ത് പോവുക. അപ്പോൾ ബ്രേക്കൗട്ട് നടക്കുന്നു. ആ ഒരു ക്യാൻഡിലെ ക്ലോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ബ്രേക്കൗട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി ഒരു ബ്രേക്ക് ഡൗൺ നടക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലോ? അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് വരച്ചെടുക്കുക. നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിൽ ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ നടക്കാം. എന്തുകൊണ്ടും സംഭവിക്കാം. ബ്രേക്കൗട്ടും നടക്കാം, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗണും സംഭവിക്കാം. ഇനി ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നതെങ്കിലോ? ആ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിൽ സെൽ എൻട്രി. അതിനുശേഷം ഈ ഒരു ട്രേഡിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റ്. ഈ ഒരു പോയിൻ്റാണ് സ്വിംഗ് ഹൈ പോയിൻ്റ് ആയിട്ട് വരുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യുക? എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. സെൽ എൻട്രി ആണെങ്കിൽ തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആരോ മാർക്കിട്ട് തന്നെ നോട്ടിൽ എഴുതി വരച്ചു പോവുക. അപ്പോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരു ബ്രേക്കൗട്ട് നടക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, അതുപോലെ തന്നെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ നടക്കുന്ന സമയത്തും എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നും നമ്മൾ പഠിച്ചു. അടുത്തൊരു ടൈപ്പ് ഓഫ് പാറ്റേണിനെ പറ്റി ഒന്ന് പഠിക്കാം. അസെൻഡിങ് ട്രയാങ്കിൾ. രണ്ടാമത്തതാണ് അസെൻഡിങ് ട്രയാങ്കിൾ. അസെൻഡിങ് ട്രയാങ്കിൾ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് അസെൻഡിങ് ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വരച്ച് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. വളരെ സിമ്പിളാണ്. ട്രെൻഡ് ലൈൻ എടുക്കുക. അതിനുശേഷം മേളിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ട്രൈറ്റ് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. താഴെ നിന്ന് മേളിലേക്ക് ഇത്തരത്തിൽ ഒരു സ്ലോപ്പുമായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. അസെൻഡിങ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോം ആയി കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് സംഭവിക്കാനായിട്ടാണ് സാധ്യത. ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ ട്രേഡിൽ എൻട്രി എടുക്കരുത്. എപ്പോഴാണോ ഈ അസെൻഡിങ് ട്രയാങ്കിൾ ഈ കാണുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോയി ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്നത്, ആ സമയത്ത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? അവിടെ ഒരു ബൈ എൻട്രി പ്ലേസ് ചെയ്യുക. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. അസെൻഡിങ് ട്രയാങ്കിൾ മേളിൽ സ്ട്രൈറ്റ് ഹൊറിസോണ്ടൽ ലൈനാണ്. താഴെ നിന്ന് മേളിലേക്ക് നമുക്കൊരു സ്ലോപ്പ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബ്രേക്കൗട്ടാണ് ഇവിടെ നടക്കുന്നത്. ബ്രേക്കൗട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. ബ്രേക്കൗട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുന്ന സമയത്ത് വിത്ത് ഹൈ വോളിയം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ടായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് സംഭവിക്കുന്നു വിത്ത് ഹൈ വോളിയം. താഴെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. വോളിയം ചെക്ക് ചെയ്യുമ്പോൾ അവിടെയും ആവറേജ് വോളിയത്തിനേക്കാളും ഉണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല കൂടുതലുണ്ടെങ്കിൽ നമുക്കത് സ്ട്രോങ് ബ്രേക്കൗട്ടായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ബൈ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് തൊട്ടടുത്തുള്ള സ്വിംഗ് ലോയിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു ചാർട്ട് പാറ്റേണിനെ പറ്റി ഒന്ന് പഠിക്കാം. ഡിസെൻഡിങ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ എടുത്ത് നോക്കുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. അസെൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഡിസെൻഡിങ് ട്രയാങ്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ അസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഡിസെൻഡിങ് ട്രയാങ്കിൾ വരുന്നത് ബ്രേക്ക് ഡൗൺ ആണ്. താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ നടക്കുന്നു. അതിനുശേഷം ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ സെൽ എൻട്രി പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം? തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റ് ആയിട്ടുള്ള
ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്വിംഗ് ഹൈ പോയിന്റിൽ നമുക്ക് നമ്മുടെ SL പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏത് ടൂൾ യൂസ് ചെയ്താൽ മതിയാവും? നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന ടൂൾ യൂസ് ചെയ്യുക. മേളിൽ നിന്ന് താഴേക്ക്, അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴെ നിന്ന് നേരെ ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുക. ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ചാർട്ട് പാറ്റേൺസും നമുക്ക് വരയ്ക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ സെൽ എൻട്രി. സ്റ്റോപ്പ് ലോസോ തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈയുടെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺ ആണ് റെക്റ്റാങ്കിൾ. നാലാമത്തതാണ് റെക്റ്റാങ്കിൾ പാറ്റേൺ. റെക്റ്റാങ്കിൾ പാറ്റേൺ. അപ്പോൾ ഇവിടെയും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൈഡ് വേസ് പോലെയാണ് ഈ കാണുന്ന റെക്റ്റാങ്കിൾ പാറ്റേണും വരുന്നത്. രണ്ട് രീതിയിലാണ് ഇവിടെ റെക്റ്റാങ്കിൾ പാറ്റേൺ വരുന്നത്. ഒന്നുകിൽ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് റെക്റ്റാങ്കിൾ പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ബുള്ളിഷ് റെക്റ്റാങ്കിൾ ആണ്. ഈ കാണുന്നത് ബുള്ളിഷ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ തന്നെ അപ്പ് സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നു എന്ന് കരുതുക. ബ്രേക്ക് ഔട്ട് വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ എപ്പോഴും നമ്മൾ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുമ്പോൾ താഴെ വോളിയം ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ബ്രേക്ക് ഔട്ട് നടക്കുന്നു വിത്ത് ഹൈ വോളിയം ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ബൈ എൻട്രി പ്ലേസ് ചെയ്യാം അല്ലേ? നമ്മുടെ ബൈ എൻട്രി പ്ലേസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ വയ്ക്കണം? തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിൽ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതേസമയം ഇവിടെ ഞാൻ അടുത്തത് ഇതൊരു ബെയറിഷ് റെക്റ്റാങ്കിൾ ആണ് ഈ കാണുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ബെയറിഷ് റെക്റ്റാങ്കിളിൽ ഒരു ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? റെഡ് കളർ ക്യാൻഡിലാണ് ബ്രേക്ക് ഡൗൺ നടന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെ സെൽ എൻട്രി എപ്പോഴാണോ ഒരു ക്യാൻഡിൽ ക്ലോസ് ആകുന്ന ആ സമയത്ത് നമുക്ക് സെൽ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റിൽ നമുക്ക് നമ്മുടെ SL അഥവാ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ SL പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 4 പാറ്റേൺസുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ബൈലാട്രൽ ചാർട്ട് പാറ്റേൺസിൽ വരുന്നത്. ഒന്നുകൂടെ ജസ്റ്റ് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് വരാം. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ആദ്യം തന്നെ നമുക്ക് സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ് വരുന്നത്. അതിൽ തന്നെ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ സംഭവിക്കാം. സിമെട്രിക്കൽ എന്ന് പറയുന്ന ഒരു ഇൻഡിസിഷൻ ലെവൽ ഓഫ് ചാർട്ട് പാറ്റേൺ ആണ്. ബ്രേക്ക് ഔട്ട് സംഭവിക്കാം, ബ്രേക്ക് ഡൗണും സംഭവിക്കാം. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അസെൻഡിങ് ട്രയാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേളിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും, താഴെ നിന്ന് മേളിലേക്ക് ഇത്തരത്തിൽ ഒരു സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ ബൈ എൻട്രി എടുക്കാനായിട്ട് കഴിയുന്നത്. ബ്രേക്ക് ഔട്ട് നടന്ന് എപ്പോഴാണ് ക്ലോസ് കിട്ടുന്നത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിത്ത് ഹൈ വോളിയം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോ പോയിന്റിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ഡിസെൻഡിങ് ട്രയാങ്കിൾ. അതായത് മേലിൽ നിന്ന് താഴേക്ക് ഒരു സ്ലോപ്പും താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ ലൈനും ആയിരിക്കും. ബ്രേക്ക് ഡൗൺ നടക്കുന്നു. ബ്രേക്ക് ഡൗൺ നടക്കുന്ന സമയത്ത് നമുക്കിവിടെ സെൽ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അവസാനം നമ്മൾ പഠിച്ചു നിർത്തിയ റെക്റ്റാങ്കിൾ പാറ്റേണിലായിരുന്നു. അതിൽ ബുള്ളിഷ് റെക്റ്റാങ്കിളിൽ നമുക്ക് ബ്രേക്ക് ഔട്ടാണ് നടക്കുന്നത്. ഇവിടെ ബൈ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ലോയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേസമയം ബെയറിഷ് റെക്റ്റാങ്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് സെൽ എൻട്രി എടുക്കാം. തൊട്ടടുത്തുള്ള സ്വിംഗ് ഹൈ പോയിന്റിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 4 ചാർട്ട് പാറ്റേൺസുമാണ് നമ്മുടെ ബൈലാട്രൽ ചാർട്ട് പാറ്റേൺസിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് കുറച്ചും കൂടെ ടൈപ്പ് ഓഫ് ചാർട്ട് പാറ്റേൺസ് വരുന്നുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് പാറ്റേൺ, അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ, ഇത്തരത്തിലുള്ള ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സെഷനിലായിരിക്കും ഓരോ ചാർട്ട് പാറ്റേണിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ ഈ പഠിച്ച ചാർട്ട് പാറ്റേൺസ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ പ്രാക്ടിക്കലി വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ചാർട്ടിൽ എങ്ങനെയാണ് ഇവ ഫോം ആകുന്നത് എന്നതിൻ്റെ ആ ഒരു PDF ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് ചാർട്ടിൽ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഠിച്ച ഓരോ പാറ്റേൺ ഫോം ആകുന്നതെന്ന ഒരു ഐഡിയ, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക്
കിട്ടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതെന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വയ്ക്കുക. ബാക്കിയുള്ള ചാർട്ട് പാറ്റേൺസ് നമ്മൾ പഠിച്ചതിന് ശേഷം അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കളർ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൽ തന്നെ വയ്ക്കുക. കാരണം അത് നോക്കി നമുക്ക് പ്രാക്ടിക്കലി വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് എന്ന സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇതുവരെയുള്ള പാറ്റേൺസിൻ്റെ ആ ഒരു എങ്ങനെയാണ് ആ ചാർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽസ്റ്റിക്കിൽ നമ്മൾ ഫോമായി വരുന്നത്, എങ്ങനെ വരയ്ക്കേണ്ടത്, ആ ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കൃത്യമായിട്ട് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ അതിനുശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൂടാതെ ഈ ഒരു സെഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആകുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കാം. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.